എല്ലാവർക്കും നമസ്കാരം. വീണ്ടും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ മെഡിറ്റേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്തുകൂടാത്തത്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സാർ മെഡിറ്റേഷൻ ചെയ്യുന്നതിനെ കുറിച്ചും എന്താണ് മെഡിറ്റേഷനെ കുറിച്ചും എന്തല്ല മെഡിറ്റേഷൻ എല്ലാം സാറ് വിശദമാക്കി പറഞ്ഞു തന്നു. പക്ഷെ മെഡിറ്റേഷൻ സ്പേസിനെ കുറിച്ച്, എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ആ ഒരു സ്പേസ് എങ്ങനെ സെറ്റ് ചെയ്യും, ഏതൊക്കെ സമയമാണ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് ഒരു കമ്മ്യൂണിറ്റി മെമ്പർ പറഞ്ഞു. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കമ്മ്യൂണിറ്റിയിലുള്ള ഫ്രീ ആയിട്ട് തന്നെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനകത്ത് ഫ്രീ ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ബാക്ക് ടു ദി ടോപ്പിക്. എങ്ങനെയാണ് നമുക്ക് മെഡിറ്റേഷൻ ഏത് സമയത്താണ് ചെയ്യേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ഥലം എന്നുള്ളത്. നമ്മൾ തന്നെ ബെഡില് ഒരുപാട് തുണിയും എല്ലാം കിടന്നിട്ട് നമ്മൾ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സ്വസ്ഥത കിട്ടും. നമ്മുടെ മൈൻഡ് തന്നെ ഇതായിപ്പോകും അല്ലെ? പക്ഷെ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ തന്നെ ചിലപ്പോൾ മെഡിറ്റേഷനിലേക്ക് ആയിപ്പോകും. ഇതാണ് ഇവിടുത്തെ ഡിഫറൻസ്. സ്ഥലം പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. നമ്മളൊരു ടെമ്പിളിൽ ചെല്ലുമ്പോഴും നമ്മളൊരു മോസ്കിൽ ചെല്ലുമ്പോഴും നമ്മൾ എപ്പോഴും കാണുന്ന എന്താണ്? വൃത്തി. ആ വൃത്തിയാണ് അവിടുത്തെ ഗ്രേസിനുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ വൃത്തിയാണ്, ശുദ്ധിയാണ്. വളരെ വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്ന റൂമിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കാം. അതായത് ചന്ദനത്തിരി, അങ്ങനെ ടോക്സിക് ദ്രവ്യങ്ങളല്ല ഞാൻ പറഞ്ഞത്, വളരെ നാച്ചുറൽ ആയിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ നിങ്ങൾക്ക് ഫ്രാങ്ക് ഇൻസെൻസിന്റെ എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ കിട്ടും. അല്ലെങ്കിൽ ഫ്രാങ്ക് ഇൻസെൻസ്, കുന്തിരിക്കം. അതായത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോയി ആ കുന്തിരിക്ക ഒന്ന് ജസ്റ്റ് അവിടെ കൊണ്ടുവരിക, ആ കുന്തിരിക്ക ആ പുക ഒന്ന് കാണിക്കുക, എന്നിട്ട് മാറ്റി വെക്കുക. അല്ലാതെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോയിക്കാനല്ല പറഞ്ഞത്. അപ്പൊ ആ സ്മെൽ അവിടെ തന്നെ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ചൊരു നാച്ചുറൽ അത്തർ കിട്ടുമെങ്കിൽ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്മെൽ അനുസരിച്ച്. ഒറിജിനൽ പ്യുവർ അത്തർ. കാരണം ഈ അത്തർ എന്ന് പറയുന്നത് നമ്മൾ പെർഫ്യൂമിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നെങ്കിലും സോഫിസത്തിൽ ഇതൊരു സ്പിരിച്വൽ പ്രാക്ടീസിന്റെ ഭാഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്, ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഒരു ഓറ ഒന്ന് നല്ലതാക്കാനും നല്ല ഒരു പോസിറ്റീവ് ഒരു വൈബ് കിട്ടാനും ഈ അത്തർ വളരെയായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നിങ്ങൾ ഇരിക്കേണ്ട സ്ഥലം കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇരിക്കുന്ന സ്ഥലം. നിങ്ങൾ വെറും തറയിൽ ഇരിക്കരുത്, എന്തെങ്കിലും ഒന്ന് വിരിക്കുക. ഏറ്റവും നല്ലത് ഒരു പായ വിരിക്കാം. നമ്മൾ ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ കുഷപ്പുല്ല് വിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു പാ വിരിക്കുക. അതിന്റെ പുറത്തൊരു കട്ടിക്ക് ഒരു തുണി വിരിക്കുക. ഒരു കുഷ്യൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ കട്ടിക്കൊരു തുണി വിരിക്കുക, അതിന്റെ പുറത്തിരിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊന്നും കംഫർട്ടബിൾ ആവും. അല്ലാതെ നമ്മൾ വെറുതെ ചാരി ഇരിക്കേണ്ടവർക്ക് നമുക്ക് മതിലില് കുറച്ച് ചാരി ഇരിക്കാം. പക്ഷെ നട്ടെല്ല് നിവർന്നിരിക്കണമെന്നുള്ളൂ. കിടന്നുകൊണ്ടൊന്നും ചെയ്യരുത്, നട്ടെല്ല് നിവർന്നിരിക്കാം. അതേപോലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ മാത്രം കുളിച്ചിട്ടിരുന്നാൽ കുറച്ചുകൂടെ നല്ലതാണ്. ആ ഒരു മൈൻഡ്, ബോഡി, ആ തണുത്ത വെള്ളം ഒക്കെ വീഴുമ്പോൾ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ മുഖം കഴുകിയിട്ടിരിക്കുക, മുഖവും കൈയും കാലും ഒക്കെ കഴുകിയിട്ട് വൃത്തിയായിട്ടിരിക്കുക. അപ്പൊ ആ ഒരു വൈബ് വരും നമുക്ക്. ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന റൂമിൽ. ഇപ്പൊ ചില ആൾക്കാർക്ക് ആ ഒരു റൂമിലായിരിക്കും എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നതും ഫ്ലാറ്റും ഒക്കെ ഉള്ളവർക്ക് ഒരു റൂമിലായിരിക്കും കിടക്കുക. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു കോർണർ തിരഞ്ഞെടുക്കാം. അല്ലാത്തവർക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന റൂമിൽ നല്ല നല്ല പിക്ചേഴ്സ് വെക്കാം, നല്ല നല്ല കോട്ട്സ് വെക്കാം, എങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാം. അപ്പൊ ആ ഒരു റൂമിനെ വൈബ്രേറ്റ് ചെയ്തെടുക്കുക. ഈ മെഡിറ്റേഷൻ നിങ്ങൾ ജപം ഉണ്ടെങ്കിൽ ഈ ജപം ചെയ്യുന്ന മാല അത് വളരെ പവിത്രമായിട്ട് വെക്കുക. കാരണം അതിന്റെ ആ ഒരു എനർജിയെ, മെഡിറ്റേറ്റീവ് എനർജിയെ മാലയിലേക്കും വരും. അതേപോലെ വസ്ത്രം നോക്കുകയാണെങ്കിൽ ലൂസ് ആൻഡ് കംഫർട്ടബിൾ വസ്ത്രമായിരിക്കണം. ജീൻസോ അങ്ങനെയുള്ള ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളോ ഇടരുത്, കംഫർട്ടബിൾ ആവില്ല. നിങ്ങൾക്ക് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോകാനേ പറ്റില്ല. ലൂസ് ആൻഡ് കംഫർട്ടബിൾ. ബെൽറ്റ് ഒന്നും ഇട്ടിരിക്കരുത്.
വളരെ ലൂസ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള. അതേപോലെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാതെ മെഡിറ്റേഷൻ ചെയ്യാത്ത ഒരാളെ നമ്മൾ റൂമിൽ പ്രവേശിക്കാൻ ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് പ്രവേശിപ്പിക്കാൻ പാടില്ല, തടസ്സം ഉണ്ടാക്കും. ചില ആൾക്കാർക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നത് കാണണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും പാടില്ല. നമ്മൾ തന്നെ സ്വയം നമ്മളും നമ്മളുടെ ഡിവൈനുമായിട്ടുള്ള ഒരു ജേണിയാണ് മെഡിറ്റേഷൻ, അല്ലെങ്കിൽ നമ്മളും നമ്മുടെ ഹയർ സെൽഫുമായിട്ടുള്ള ഒരു ജേണിയാണ്. അതിൽ ഈ നമ്മൾ മാത്രം മതി, വേറൊരാളുടെ ആവശ്യമില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ലൈറ്റ്, ഈ മെഡിറ്റേഷൻ റൂമിനെ കഴിവതും നമുക്ക് മെഡിറ്റേഷൻ റൂം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ, വീടിന്റെ ആ ഒരു സ്പേസ് മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ നിങ്ങൾ ലൈറ്റ് വളരെ എന്താ പറയാ, നിങ്ങൾക്ക് എങ്ങനെയുള്ള ലൈറ്റ് ആണ് കൂടുതലും എന്താ പറയാ ഇഷ്ടം, നിങ്ങളുടെ മനസ്സിന് കൂടുതൽ ഹാപ്പിനെസ് നൽകുന്നത്, അതിടുക. ജനറലി പറയുകയാണെങ്കിൽ വാം ലൈറ്റ് ആണ് മെഡിറ്റേഷൻ കൂടുതലും നല്ലത്. മൈൻഡിനെ കൂടുതലും റിലാക്സ് ചെയ്യാൻ കുറച്ചുകൂടെ വാം ലൈറ്റ് ആണ് നല്ലത്. വാം ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് കൂടുതലും ഏറ്റവും നല്ലത് മെഡിറ്റേഷൻ. അതേപോലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഭയങ്കര ചൂടും ഭയങ്കര തണുപ്പും മെഡിറ്റേഷൻ കണ്ടീസീവ് അല്ല. കുറച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. തണുപ്പ് പിന്നെയും കുഴപ്പമില്ല, ചൂട് തീരെ നമുക്ക് മൈൻഡിന് പറ്റില്ല. അപ്പോൾ ടെമ്പറേച്ചർ കഴിവതും മെയിൻറ്റെയിൻ ചെയ്യുക. എന്താ പറയാ, ഭയങ്കര തണുപ്പ് അതായത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ എന്തെങ്കിലും മെഷീൻ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ കാര്യമല്ല പറഞ്ഞു. തണുപ്പുള്ള സമയത്ത് നിങ്ങൾ ഫാനൊന്നും ഓൺ ചെയ്യാതിരിക്കുക. ആ ഒരു ഇത് മതി നമ്മൾ. അതേപോലെ തന്നെ കുറച്ചൊരു പറ്റുമെങ്കിൽ മാത്രം കാറ്റും വെളിച്ചവും ഒക്കെ കയറുന്ന സ്ഥലമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ജനലൊക്കെ തുറന്നിടാം. കാരണം നേച്ചറുമായിട്ടുള്ള ഒരു കണക്ഷനാണ് മെഡിറ്റേഷൻ. ഇന്നത്തെ കാലത്ത് എല്ലാം AC ഹോളിനകത്താണ് ഇരുന്ന് ആൾക്കാർ മെഡിറ്റേഷൻ ചെയ്യുന്നത്. തുടക്കത്തിൽ ഇതൊക്കെ ആവശ്യമാണ്. തുടക്കത്തിൽ നേച്ചറുമായിട്ടുള്ള കണക്ഷൻ ഒക്കെ ആവശ്യമാണ്. പിന്നെ എവിടെ ഇരുന്നാലും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. ഓടുന്ന ട്രെയിനിലിരുന്ന് പോലും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ജനലൊക്കെ തുറന്നിട്ട് കുറച്ച് കാറ്റും വെളിച്ചവും ഒക്കെ കയറട്ടെ. ഇത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഇന്റൻഷൻ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു ഇന്റൻഷൻ, ഒരു പോസിറ്റീവ് ഇന്റൻഷനോട് കൂടി വന്നിരുന്നാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. ആ ഒരു പോസിറ്റീവ് സങ്കല്പങ്ങളായിരിക്കണം. അല്ലാതെ നമ്മൾ ഈ ദുഃഖത്തിനെ കുറിച്ചോ അതിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഫർമേഷൻസോ അല്ലെങ്കിൽ എനർജി കോഡ്സോ സ്വിച്ച് വേർഡ്സോ ഒക്കെ ചൊല്ലിക്കൊണ്ട് മെഡിറ്റേഷൻ റൂമിലേക്ക് പ്രവേശിക്കുക. കഴിവതും ചെരുപ്പിട്ടുകൊണ്ട് മെഡിറ്റേഷൻ റൂമിലേക്ക് പ്രവേശിക്കാതിരിക്കുക. അതിൻ്റെ ഒരു പവിത്രത സൂക്ഷിക്കുക. മെഡിറ്റേഷൻ ചെയ്യാൻ പ്രത്യേക റൂം ഉള്ളവർക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഏത് കോണിലാണോ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത് അവിടെ നിങ്ങൾ വളരെ പവിത്രമായിട്ട് സൂക്ഷിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇപ്പോൾ വിളക്കോ ക്യാൻഡിലോ ഒക്കെ നിങ്ങൾക്ക് കത്തിച്ചു വെക്കാവുന്നതാണ്. അതും നല്ല ഓർഗാനിക് ആയിട്ടുള്ള ക്യാൻഡിൽ, അല്ലാതെ ടോക്സിക് ആയിട്ടുള്ളതല്ല. അതേപോലെ സെസമി ഓയിലിന്റെ അതും നല്ലതാണ്, വളരെ നല്ലെണ്ണ, എള്ളെണ്ണ എന്നൊക്കെ പറയുന്നത്, അത് കത്തിച്ചു വെക്കുന്നതും വളരെ നല്ലതാണ്. നല്ലൊരു അതിന്റെ സ്മെല്ലും മൈൻഡിനെ എലിവേറ്റ് ചെയ്യുന്ന ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക്. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് സമയം. എല്ലാ ദിവസവും കഴിവതും ഒരേ സമയത്ത് തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ക്വാളിറ്റി ടൈമിൽ മെഡിറ്റേഷൻ. അല്ലെങ്കിൽ ഓഫീസിൽ പോകണം, ഓഫീസിൽ പോകണം, എനിക്ക് കുറച്ച് നേരമുള്ള മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളിരുന്ന് ധൃതിക്ക് മെഡിറ്റേഷൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. മെഡിറ്റേഷൻ സംഭവിക്കണമെന്നില്ല. വെറുതെ നമ്മളിങ്ങനെ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യത്തുള്ളൂ. ടെക്നിക്ക് ഞാൻ പറഞ്ഞു, ശ്വാസ നിരീക്ഷണമാണെങ്കിലും ശ്വാസമെടുക്കലാണെങ്കിലും ഇതൊക്കെ ടെക്നിക്സ് ആണ്. ഇത് മെഡിറ്റേഷൻ അല്ല. മെഡിറ്റേഷനിലേക്ക് പോകാനുള്ള ടെക്നിക്സ് മാത്രമാണ്. ഇത് പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ആണെന്ന് വിചാരിക്കും. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ഡീപ്പ് റിലാക്സേഷൻ, ഒരു ഡീപ്പ് കണക്ഷൻ ആണ്. അത് നിങ്ങൾക്ക് വരണമെങ്കിൽ ധൃതി പിടിച്ച് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു നിരന്തരം ആ ഒരു സമയത്ത് തന്നെ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു എഫക്റ്റ് ആണ്. അപ്പൊ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സ്ഥലത്തിന് ഒരു വൈബ്രേഷൻ ഉണ്ടാവും. നമ്മളൊരു അമ്പലത്തിൽ പോകുന്നതും അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നതും നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതും തുടക്കത്തിൽ ഡിഫറെന്റ് ആണ് അല്ലെ? അമ്പലത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ മൊണാസ്ട്രീസിൽ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഫീൽ. എന്തുകൊണ്ടാണത്? കാരണം അവിടെ ഒന്നാമത്തെ കാര്യം, അവിടെ എന്നും അവരത് ചെയ്യുന്നുണ്ട്. മന്ത്രമുഴക്കം, മെഡിറ്റേഷൻ, അതേപോലെ തന്നെ അവിടുത്തെ
ദീപങ്ങൾ, അവിടുത്തെ സുഗന്ധങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് സൈക്കോളജിക്കലി നമുക്കൊരു എഫക്റ്റ് തോന്നുന്നത്. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇതോടുകൂടി മെഡിറ്റേഷനെ കുറിച്ച് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആക്ച്വലി. അപ്പോൾ നിങ്ങൾ ഇനിയും കേട്ടിട്ടില്ലാത്ത, ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ്റെ നേരത്തെ ഒരു വീഡിയോ എന്താണ്, എങ്ങനെ ചെയ്യണം മെഡിറ്റേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ കാണുക. അപ്പോൾ പെർഫെക്റ്റ് ആവും നിങ്ങളുടെ മെഡിറ്റേഷൻ പ്രാക്ടീസ്. നിരന്തരം പ്രാക്ടീസ് ചെയ്യുക, നൈരന്തര്യ അഭ്യാസേന എന്നാണ്. അതായത് നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എഫക്റ്റ് ഉള്ളൂ. ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് നമ്മൾ മെഡിറ്റേഷൻ റൂമിൽ ഇരുന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? മെഡിറ്റേഷൻ നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂടെ മറ്റുള്ള സഹജീവികളെ കൂടെ പരിഗണിക്കുക. അതായത് മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറാൻ പഠിക്കുക, മറ്റുള്ളവരോട് സഹായിക്കുക, പരമാവധി നമ്മളെ കഴിയുന്നത്രയും സഹായിക്കുക. അതേപോലെ മറ്റുള്ള ഒരു സങ്കടം അനുഭവിക്കുന്ന അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള പെരുമാറ്റത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുന്നത് വഴി നിങ്ങളുടെ മെഡിറ്റേഷൻ കൂടുതൽ ഡെപ്തിലേക്ക് പോകും. അല്ലാതെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയം മാത്രം ശാന്തത, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മൊത്തം എന്താ പറയാ, സിംഹത്തിനേക്കാളും വലിയ ഒരു വൈൽഡ് സ്വഭാവം കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ പെരുമാറ്റത്തിലാണ് ഇതൊക്കെ എഫക്റ്റ് ആവുന്നത്. ഞാൻ മെഡിറ്റേഷൻ എന്നും ചെയ്യും, എല്ലാ ദിവസവും 4 മണിക്ക് എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യും എന്ന് പറഞ്ഞ് വീമ്പിളക്കിയിട്ട് യാതൊരു കാര്യമില്ല. മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി മറ്റുള്ളവർക്ക് നിങ്ങളുടെ സുഗന്ധം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? സുഗന്ധം എന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ അത്തറിന്റെ സുഗന്ധമല്ല, നമ്മുടെ സ്വഭാവത്തിന്റെ സുഗന്ധം. സ്വഭാവത്തിന്റെ സുഗന്ധമാണ് മെഡിറ്റേഷന്റെ റിസൾട്ട്. അല്ലാതെ നമ്മൾ തൃക്കണ്ണുണർന്നെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ മറ്റേ ലൈറ്റ് കാണുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ മൈൻഡ് വായിക്കാൻ കഴിയുന്നത് കൊണ്ടോ ഒന്നും അല്ല മെഡിറ്റേഷന്റെ പ്രോഗ്രസ്. നമ്മളുടെ സ്വഭാവം, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ദയ, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന എമ്പതി, മറ്റുള്ളവരായി മനസ്സിലാക്കാനുള്ള കഴിവ്, മറ്റുള്ളവരോടൊത്ത് പെരുമാറാനുള്ള കഴിവ്, മറ്റുള്ളവരോടൊത്ത് ദേഷ്യമില്ലാതെ നിയന്ത്രണത്തോടെ സംസാരിക്കാനുള്ള കഴിവ്, മറ്റുള്ളവരോടുള്ള കമ്പാഷൻ, ഇതൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ പ്രോഗ്രസ് ഇല്ല എന്നാണ് അർത്ഥം. ഇതൊക്കെ വരുവാണെങ്കിൽ അതാണ് പ്രോഗ്രസ്, വേറെ ഒന്നുമല്ല പ്രോഗ്രസ്. ബാക്കിയെല്ലാം ഇല്യൂഷനാണ്, ബാക്കിയെല്ലാം മായയാണ്. ഇതാണ് സത്യമായിട്ടുള്ള നമ്മളുടെ സ്വഭാവത്തിൽ നമ്മളൊരു ഒരു താമര പോലെ വളരെ പവിത്രമായി വിരിഞ്ഞു വരുന്നതാണ് മെഡിറ്റേറ്റീവ് ജേർണി എന്ന് പറയുന്നത്. ആ ഒരു സുഗന്ധം, നമ്മളുടെ സുഗന്ധം മറ്റുള്ളവർ തന്നെ ചോദിക്കും എന്താണ്, ഒരുപാട് മാറ്റമുണ്ട്. അത് മുഖത്തോ കണ്ണിലോ ഉള്ള മാറ്റമല്ല, നമ്മുടെ സ്വഭാവത്തിലുള്ള, നമ്മുടെ സ്വരത്തിലുള്ള, നമ്മളുടെ നോട്ടത്തിലുള്ള ഒരു മാറ്റമാണ്. ഈ മാറ്റം മെഡിറ്റേഷൻ ചെയ്താൽ സംഭവിക്കും. മെഡിറ്റേഷൻ ചെയ്താലേ സംഭവിക്കുള്ളൂ. മെഡിറ്റേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് എപ്പോഴും മെഡിറ്റേഷൻ ക്ലാസ്സസ് വരാറുണ്ട്. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫ്രീ ആയിട്ട് തന്നെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അനൗൺസ്മെന്റ്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ആവാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.